ദരിദ്രയായ വിധവ ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചതിൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നാണ്. തൻ്റെ ഉള്ളതെല്ലാമാണ് അവൾ നിക്ഷേപിച്ചത്. ത്യാഗം ഏറ്റെടുത്ത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അതിന് വിലയുണ്ടാകുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ത്യാഗങ്ങൾ ഏറ്റെടുത്ത് വേണം ബലിയർപ്പിക്കാൻ വരാൻ. അങ്ങനെ ബലിയർപ്പിക്കുന്ന ബലികൾക്ക് ആഴമുണ്ടാകും, അർത്ഥമുണ്ടാകും. നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ആ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കരുത് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ അതാ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, രാത്രി മുഴുവൻ അല്ലെങ്കിൽ ഒരു 2 മണി വരെ ഇരുന്ന് പഠിച്ചിട്ട് ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാകില്ല. രാവിലെ എഴുന്നേറ്റ് ബലിയർപ്പിക്കാൻ വരുന്ന ആ കുഞ്ഞിൻ്റെ ത്യാഗം വലുതാണ്. അതുപോലെ ഇപ്പം മണികണ്ഠൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല, ഇഴഞ്ഞിഴഞ്ഞ് അവിടുന്ന് താഴെ ഈ ബലിയർപ്പിക്കാൻ വരുന്നത്. നമ്മൾ ആരും മനസ്സിലാക്കിയില്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റവും വലിയൊരു ബലിയർപ്പണം. അതുപോലെ കാലിന് ബുദ്ധിമുട്ടുള്ള സഹോദരിമാർ, അല്ലെങ്കിൽ നടുവേദനയുള്ളവർ, അവർ നടന്ന് ഇവിടേക്ക് വന്ന് ബലിയർപ്പിച്ച് പോകുമ്പോൾ അതിനൊരു ത്യാഗമുണ്ട്. ആ ത്യാഗം ദൈവം വലുതായിട്ട് കാണുകയാണ്. സുഖങ്ങൾ അന്വേഷിച്ച് പോയിട്ട് ബലിയർപ്പിക്കുന്നതല്ല. നമ്മൾ ഓരോ ബലിയർപ്പണത്തിന് വരുമ്പോഴും സമർപ്പിക്കാൻ വരുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ത്യാഗം ഏറ്റെടുത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ അതിന് അനുഗ്രഹം ഉണ്ടാകും. എപ്പോഴും ഭർത്താവ് ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ടും ഭാര്യ ഇതെല്ലാം മറന്നുകൊണ്ട് ത്യാഗത്തോടു കൂടി ചെയ്തു കൊടുക്കുന്നു. ഭർത്താവിനെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, എന്നിട്ടും ഈ പുരുവെയിലത്ത് ഈ ഭർത്താവ് അധ്വാനിച്ച് ഈ കുടുംബത്തെ പോറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ത്യാഗം. സഹോദരന്മാരെ കൂടുതൽ സ്നേഹിക്കുന്ന അമ്മ എന്നാൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല, കൂടെയുള്ള കൂടപ്പിറപ്പുകളെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ടും അമ്മയെ സ്നേഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ അതൊരു ത്യാഗം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ എടുക്കുന്ന ത്യാഗങ്ങൾക്കൊക്കെ ദൈവസന്നിധിയിൽ വിലയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ത്യാഗങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഒരിക്കലും അത് ഒന്നുമല്ല, അല്ലെങ്കിൽ ഒന്നുമില്ലാതായി പോകുന്നില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. ദൈവം കാണുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഏറ്റെടുക്കുന്ന ത്യാഗങ്ങൾക്ക് മറ്റു മനുഷ്യർ കാണാൻ വേണ്ടിയല്ല. പലപ്പോഴും നമ്മൾ ത്യാഗങ്ങൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ അയ്യോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുഖമൊക്കെ ഇങ്ങനെ വികൃതമാക്കണം. അതൊന്നും ആക്കേണ്ട ആവശ്യമില്ലെന്നേ. നമ്മൾ ചെയ്യുന്ന ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാൻ എനിക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രാർത്ഥിക്കാം.